നമുക്കിന്ന് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചോളുക. ഡിവൈനെ മനസ്സിൽ വിചാരിക്കുക, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. 5 കാർഡ് വെച്ചിട്ടുണ്ട്. നമ്പേഴ്സ് മനസ്സിൽ വിചാരിച്ചാൽ മതി. 1, 2, 3, 4, 5. ഇതിലേതെങ്കിലും ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുക. ആ നമ്പർ കാർഡിലാണ് നിങ്ങളുടെ ആൻസർ ഉള്ളത്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, 4, 5. ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചോളൂ. ഡിവൈന് താങ്ക്സ് പറയുക. എടുക്കട്ടെ? നമ്പർ മനസ്സിൽ വിചാരിച്ചല്ലോ, എടുക്കുകയാണേ. കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 1ൻ്റെ ആൻസർ നോ ആണ്. ഓക്കെ. കാർഡ് നമ്പർ 2 യെസ്, അബ്സൊല്യൂട്ട് യെസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അവിടെ നടക്കും. കാർഡ് നമ്പർ 3 മേ ബി ആണ്, ഡിലേ വരും. നടക്കും, ഡിലേ വരും കേട്ടോ. കുറച്ച് വൈകി മാത്രമേ നടക്കുകയുള്ളൂ. കാർഡ് നമ്പർ 4 യെസ് തന്നെയാണ്, വിക്ടറിയാണ് അവിടെ കാണുന്നത്. കാർഡ് നമ്പർ കാർഡ് നമ്പർ 5 നോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ നോ വന്നവർ അല്ലെങ്കിൽ ഡിലേ വരുന്നവർ. അതാലോചിച്ച് ടെൻഷൻ അടിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ എഫേർട്ട് ഇട്ടാൽ തീർച്ചയായും എന്ത് കാര്യവും നടക്കും കേട്ടോ. ഡിലേ വരും എന്നേ ഉള്ളൂ. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ. നെഗറ്റീവായിട്ട് ടെൻഷൻ അടിച്ച് ഇരിക്കരുത് കേട്ടോ.